ഒരു ജീവാത്മാവിന് മനുഷ്യ ശരീരം ലഭിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള നരകീയ അനുഭവങ്ങൾക്ക് ശേഷമാണ് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന ശിശുവിൻ്റെ വളർച്ച അറിയുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. എന്നാൽ പുരാതന കാലത്ത് രചിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതായി കാണാം. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധം 31-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളുടെ വിവർത്തനത്തിൽ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ ഇങ്ങനെ വിവരിക്കുന്നു. ശ്രീ ഭഗവാനുവാച കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയേ സ്ത്രിയാ പ്രവിഷ്ട ഉദരം പുംസോരേതകണാശ്രയഃ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, ഒരു ജീവാത്മാവ് അവൻ്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള ഒരു ശരീരം സ്വീകരിക്കുന്നതിനു വേണ്ടി പരമോന്നതനായ ഭഗവാന്റെ മേൽനോട്ടത്തിന് കീഴിൽ ഒരു പുരുഷന്റെ ശുക്ലകണികയിലൂടെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു. ആദ്യത്തെ രാത്രിയിൽ ബീജവും അണ്ഡവും തമ്മിലുള്ള സങ്കലനം നടക്കും. 5-ാം രാത്രി ആ മിശ്രിതം പൊളിച്ച് ഒരു കുമിളയും 10-ാം രാത്രിയോടെ അത് വികസിച്ച് ഒരു പ്ലം പഴം പോലെയും തുടർന്ന് ക്രമേണ വളർന്ന് മാംസപിണ്ഡമോ അണ്ഡമോ ആയിത്തീരും. 1 മാസത്തിനുള്ളിൽ ശിരസ്സും 2-ാം മാസത്തിനൊടുവിൽ കൈകാലുകളും മറ്റ് അവയവങ്ങളും രൂപം പ്രാപിക്കും. 3-ാം മാസത്തിനൊടുവിൽ നഖങ്ങൾ, കൈവിരലുകൾ, കാൽവിരലുകൾ, ശരീരരോമങ്ങൾ, അസ്ഥികൾ, ത്വക്ക് എന്നിവയും ഉൽപാദനാവയവവും കണ്ണുകൾ, നാസാരന്ധ്രങ്ങൾ, കാതുകൾ, വായ്ഗുദം എന്നിവയുടെ ദ്വാരങ്ങളും പ്രത്യക്ഷപ്പെടും. ഗർഭധാരണം നടക്കുന്ന ദിവസം മുതൽ 4 മാസത്തിനുള്ളിൽ ശരീരത്തിൻ്റെ 7 ഘടക പദാർത്ഥങ്ങളായ രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിവ അസ്തിത്വത്തിലാകും. 5-ാം മാസാന്ത്യത്തിൽ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു തുടങ്ങുകയും 6-ാം മാസത്തിനൊടുവിൽ ഭ്രൂണം അതിനെ പൊതിഞ്ഞു മൂടുന്ന ദ്രവത്തോടൊപ്പം ഉദരത്തിൻ്റെ വലതുവശത്തേക്ക് നീങ്ങിത്തുടങ്ങുകയും ചെയ്യും. ഭ്രൂണം മാതാവിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് അതിനുവേണ്ട പോഷകങ്ങൾ സ്വീകരിച്ച് എല്ലാത്തരം ഇരകളുടെയും വിളനിലമായ മലമൂത്രാദികളാൽ അറപ്പുളവാക്കുന്ന ആ വസതിയിൽ വസിച്ച് വളരുന്നു. ഉദരത്തിൽ തന്നെയുള്ള വിശപ്പുമൂത്ത ഇരകൾ ശരീരമാസകലം കടിക്കുന്നതിനാൽ പിഞ്ചിളം മേനിയുള്ള ആ ശിശുവിന് അതികഠിനമായ പ്രാണവേദന അനുഭവിക്കേണ്ടി വരും. ആ ഭീകരാവസ്ഥ മൂലം അവൻ അനുനിമിഷം ബോധശൂന്യനാകുന്നു. മാതാവ് ഭക്ഷിച്ച രൂക്ഷരുചിയുള്ള ആഹാരങ്ങൾ അഥവാ അമിതമായ എരിവും പുളിയും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ ശിശു സ്വയം സ്വീകരിക്കുന്നത് മൂലം അതിൻ്റെ ശരീരം നിരന്തരം ദുസ്സഹമായ വേദന അനുഭവിക്കേണ്ടി വരും. ഗർഭപാത്രത്തിലെ ദ്രാവകത്തിനുള്ളിൽ കുടലുകളാൽ ചുറ്റിപ്പൊതിയപ്പെട്ട ശിശു ഉദരത്തിൻ്റെ ഒരു വശത്ത് കഴുത്തും പിൻഭാഗവും മുന്നോട്ട് വളച്ച് ശിരസ് വയറ്റിൽ ചേർത്ത് ഒരു വില്ല് പോലെ വളഞ്ഞു കിടക്കും. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ആ ശിശു ഇങ്ങനെ പ്രാർത്ഥിക്കും. അല്ലയോ ഭഗവാനെ, എന്നാണ് ഞാൻ ഈ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത്? ഭഗവാനെ മറന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരവസ്ഥയിൽ എത്തിപ്പെട്ടത്. ഞാൻ പുറത്തു വന്നാൽ എപ്പോഴും ഭഗവാന്റെ തൃപ്പാദങ്ങളെ ധ്യാനിക്കുകയും ഇനിയും മാതൃഗർഭങ്ങളിൽ വീണ്ടും വീണ്ടും കയറിയിറങ്ങാതെ ഈ ജനന മരണ ചക്രത്തെ അവസാനിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ അറിയുന്നതിനായി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം, ശ്രീമദ് ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങൾ വായിക്കുക.